السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ജല്ല ജലാലമല്ലാഹ് ജയം നിന്നിൽ മാത്രമല്ലാഹ്. ജനനം നിൻ കുദ്റത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. ജല്ല ജലാലമല്ലാഹ് ജയം നിന്നിൽ മാത്രമല്ലാഹ്. ജനനം നിൻ കുദ്റത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. എത്രയോ അമ്പിയാക്കൾ അതിലേറെ ഔലിയാക്കൾ എല്ലാരും മൗതായില്ലേ. ആഴം കബറിലല്ലേ. എത്രയോ അമ്പിയാക്കൾ അതിലേറെ ഔലിയാക്കൾ എല്ലാരും മൗതായില്ലേ. ആഴം കബറിലല്ലേ. ഏറ്റവും ബഹുമാനപ്പെട്ട വേദിയിൽ ഭവിഷ്യരായ പ്രിയ ഗുരുവന്യർ, ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിന്റെ പൊന്നുമോൻ ജലീൽ ബാഗവി ഉസ്താദ് അവരുകളെ, അതുപോലെ മറ്റു പ്രഗത്ഭ പണ്ഡിതന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ദവാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ നടത്തുന്ന അതിന്റെ പ്രഖ്യാപനവും അതിനോട് അനുബന്ധിച്ച് നടത്തിവരുന്ന മതപ്രഭാഷണ പരമ്പരയുടെ സമാപന ദിവസമായ ഇന്ന്
ആദരണീയരായ ബഹുമാനപ്പെട്ട കീഴ്ശ്ശേരി ഉസ്താദ് ഇവിടെയുണ്ട്. നമുക്ക് ദുആ നടക്കാനുണ്ട്. എങ്കിലും കച്ചേരിമുക്ക് നിവാസികളോട് ഈ സമയം സംവദിക്കാൻ എനിക്ക് അനുഗ്രഹം നൽകിയ രാജാതിരാജനായ തമ്പുരാൻ, മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ അല്ലാഹുവിനെ ഞാൻ ആദ്യമായിട്ട് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. നിങ്ങൾക്കറിയുന്നത് പോലെ വയനാട് ജില്ലയിലെ പ്രഥമ സ്ഥാപനമായ നമുക്കറിയാം തെന്നിന്ത്യയിലെ അത്യുന്നത മത കലാലയമായ പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ ജൂനിയർ കോളേജും WMO അഥവാ വയനാട് മുസ്ലിം യതീംഖാനയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ദാറുൽ ഉലൂം അറബി കോളേജ് എന്ന സ്ഥാപനത്തിലെ ഒരു എളിയ വിദ്യാർത്ഥിയാണ് ഈ വിനീതൻ. എന്റെ പ്രിയ ഗുരുവന്യർ, നമുക്കറിയാം കേന്ദ്ര മുശാവറ അംഗവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വയനാട് ജില്ലാ പ്രസിഡന്റും കൂടിയായ നിങ്ങൾക്കേവർക്കും സുപരിചിതനായ ഷെയ്ഖുന KT ഹംസ മുസ്ലിയാർ, അല്ലാഹു എന്റെ ഗുരുവന്യന് അല്ലാഹു ആയുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ എന്നെ പഠിപ്പിക്കുന്ന എന്റെ പഠിതാക്കൾ, പ്രിയപ്പെട്ട ഗുരുവന്യർ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ എന്റെ കൂടെ എന്റെ സന്തോഷത്തിനും വിഷമങ്ങൾക്കും കൂടെ നിൽക്കുന്ന എന്റെ ഒരുപാട് സഹപാഠികൾ, എന്റെ സ്നേഹിതന്മാര്, അല്ലാഹു അവർക്ക് നാഫിയ ഇൽമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു ആമുഖ പ്രഭാഷണത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല. സമയം ഒരുപാടായി. ഈ വിനീതന് വയനാട് ജില്ലയിലും എത്തേണ്ടതുകൊണ്ടും നമുക്കിവിടെ ദുആ സമ്മേളനം നടക്കേണ്ടതുകൊണ്ടും നിങ്ങളോട് അല്പം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ മനുഷ്യനും ഓരോ ജീവിതമാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. കുഞ്ഞാകുമ്പളെ തന്റെ മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് 1,00,000-ൽ പരം ബീജങ്ങൾ കടന്നു ചെല്ലുമ്പോ അതിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു. ഏറെ ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ നമുക്ക് നൽകി. ഏറെ സന്തോഷങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ടാകാം, ഏറെ പ്രയാസങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ടാകാം. അല്ലാഹുവിന്റെ അടുക്കലുള്ള സിട്ടാവിന്റെ അടുക്കലുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു ജീവിതത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ടാകാം. എന്നാൽ ഇവിടെ ഈ ദുനിയാവിൽ അല്ലാഹു ജീവിതം നൽകിയത് ദുനിയാവ് മാത്രമല്ലല്ലോ, ഇനി നമുക്ക് പരലോകം വരാനുണ്ട്. ഈ ദുനിയാവിൽ അല്ലാഹു നമ്മെ അയച്ചു ആദ്യമായിട്ട്. എന്നാൽ ദുനിയാവിൽ നന്മ ചെയ്യുക, തിന്മയിലേക്ക് അടുക്കാതെ റബ്ബിന് വേണ്ടിയിട്ട് അല്ലാഹുവിന് വേണ്ടിയിട്ട് ജീവിക്കുക എന്നതാണ് ഈ ജീവിത ലക്ഷ്യം. തിന്മയിലേക്ക് അടുക്കാതെ നന്മ നാം ജീവിതത്തിൽ ഒരുപാട് കൊണ്ടുവരിക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിലൊരു ആത്മീയമായൊരു ചിന്ത മധുക്കളായ പണ്ഡിതന്മാര്, പൂർവികളായ സരിതികൾ കാണിച്ചു തന്ന ഒരു പാത, ആ പാത ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മുസ്തഫ തങ്ങളെ പിൻപറ്റിക്കൊണ്ട് അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് സിട്ടാവിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ കാരുണ്യങ്ങളായ ഒരുപാട് സമയങ്ങൾ ചിലവഴിക്കലാണ് നമ്മുടെ കടമ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ജീവിതത്തെ കുറിച്ചിട്ട് ഉദ്ദേശിക്കുന്നതും അല്ലാഹു ഇത് തന്നെയാണ്. നമ്മെ അയച്ചത് ഇവിടെ ആഘോഷിക്കാനും ഇവിടെ ചിമിർത്താനും ആനന്ദിക്കാനും വേണ്ടിയിട്ടല്ല. അല്ലാഹു ഈ ഭൂമി ലോകത്തേക്ക്, ഈ ഭൂമിയിലേക്ക് അയച്ചത് ഇവിടെ ആനന്ദത്തോടെ വസിക്കാനല്ല. നാം ജീവിതത്തിൽ റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട്, സിട്ടാവിലേക്ക് മടങ്ങിക്കൊണ്ട് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പാത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ഈ ഭൂമി ലോകത്തേക്ക് അയച്ചത്. ഒരുപാട് അമ്പിയാക്കൾ കടന്നു വന്നിട്ടുണ്ടല്ലോ, ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ, ഔലിയാക്കൾ, സൂഫിവര്യന്മാര്, ഒരുപാട് ആരിഫ്യങ്ങൾ, ഒരുപാട് ആലിമീങ്ങൾ ഈ കേരളക്കരയിലേക്ക്, ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്നല്ലോ. അവരുടെ ജീവിതം അവർ നയിച്ചത് ഒരു ആത്മീയമായൊരു ചിന്ത,
ഒരു ആത്മീയമായ ഒരു ജീവിത രീതിയാണ് അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടു നടന്നത്. എന്നാൽ നമുക്ക് പാഠമാക്കേണ്ടത് കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ കാണിച്ചു തന്ന സ്വഹാബാ കിറാമിന്റെ, അതായത് താബിഈങ്ങളുടെ ഇവിടെ ഈ കേരളക്കരയിലേക്ക് കടന്നു വന്ന പണ്ഡിത സൂഫിവര്യന്മാരായ പണ്ഡിതന്മാരായ പണ്ഡിത ജ്യോതിസുകളായ മഹാനായിരുന്ന ശംസുൽ ഉലമയെയും മഹാനായിരുന്ന റഈസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദിന്റെയും ജീവിത രീതിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ടത്. അത് അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നതും ഈ ജീവിത രീതിയാണ്. പണ്ഡിത മഹത്തുക്കൾ എന്തിനു വേണ്ടിയിട്ട് അവർ ജീവിച്ചു? അവർ ദുനിയാവിന് വേണ്ടിയിട്ട് ജീവിച്ചില്ല. അവർക്ക് ദുനിയാവിലെ ആഘോഷങ്ങളോ ആനന്ദമോ ദുനിയാവിലെ ഒരു സുഖസൗകര്യങ്ങളും അവർക്ക് വേണ്ട. അവർ ജീവിച്ചത് പരലോകത്തിന് വേണ്ടിയിട്ടാണ്, ആഖിറത്തിന് വേണ്ടിയിട്ടാണ് അവർ ജീവിച്ചത്. ദുനിയാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് പൊന്നാക്കിയില്ല. അവരവരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നത് റബ്ബിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയാണ്, സിട്ടാവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയാണ്. റബ്ബാ വഴിയിൽ നടക്കാൻ ആ പൂർവികരായ പണ്ഡിതന്മാരെ പിൻപറ്റിക്കൊണ്ട് നമുക്ക് നടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നാം പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതം, ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്തു വരുന്നു. അല്ലാഹു ഒരുപാട് പ്രയാസങ്ങൾ നൽകിയിട്ടുണ്ടാകാം എന്റെ ഉമ്മ. ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു തന്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടാകാം. സുട്ടാവല്ലേ, എല്ലാ കാരുണ്യവും, സന്തോഷം ഒരു വഴിക്ക്, പ്രയാസം ഒരു വഴിക്ക്, ഒരു വിഷമം ഒരു വഴിക്ക്, എല്ലാം ജീവിതത്തിൽ അല്ലാഹു നൽകിയിട്ടുണ്ടാകാം. പക്ഷേ സന്തോഷം മാത്രം ജീവിതത്തിൽ അല്ലാഹു സന്തോഷം മാത്രം നൽകാറില്ല. ചിലപ്പോൾ ചിലയിടത്ത് വിഷമമുണ്ടാകാം, പ്രയാസമുണ്ടാകാം. പക്ഷേ ഈ പരീക്ഷണങ്ങൾ, അല്ലാഹു നൽകിയ പരീക്ഷണങ്ങൾ, അല്ലാഹു തരുന്ന പരീക്ഷണങ്ങൾ, അതിൽ നാം തളരാൻ പാടില്ല. അവിടെ നാം തളരാൻ പാടില്ല. മനസ്സിനെ നാം അവിടുന്ന് ഉറക്കിക്കെടുത്താൻ പാടില്ല. മനസ്സിനെ നാം ഉണർത്തണം, നമ്മുടെ ഹൃദയത്തെ ഉണർത്തണം. റബ്ബിലേക്ക് മടങ്ങേണ്ട സമയമാണ്. പരീക്ഷണങ്ങളിൽ നാം തോറ്റുപോകാൻ പാടില്ല. മഹത്തുക്കളായ പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അവരെല്ലാം വിജയിച്ച കഥകളെ നമുക്ക് ഇവിടെ പാഠമാക്കേണ്ടതുള്ളൂ. അവർ വിജയിച്ച ചരിത്രങ്ങളാണ് നാം ഓരോരുത്തരും കേട്ടുവരുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹു നൽകിയ പ്രയാസങ്ങൾ കൊണ്ട് നാം ബുദ്ധിമുട്ടരുത്. ആ പ്രയാസം ഒരു വഴിക്കുണ്ടാകാം, പക്ഷേ ജീവിതം എന്നും അവസാനിക്കാം. ദുനിയാവിലെ ജീവിതം എന്നും അവസാനിക്കാം. മുഅ്മിനീങ്ങളെ, ഏത് നിമിഷവും ദുനിയാവിലെ ജീവിതം അവസാനിക്കാം. നാം ഇവിടെ നിന്നുകൊണ്ട് ഇവിടുന്ന് നമുക്ക് പോകാൻ സമയമായി. നാം പോകേണ്ടവരാണ് ഖബറിലേക്ക്. മരിച്ചു കഴിഞ്ഞ് പ്രസംഗിയായ ഒരു ജീവിതത്തെ നേരിടേണ്ടവരാണ്. പിന്നെ പരലോകമെന്നുള്ളൊരു ജീവിതത്തെ നേരിടേണ്ടവരാണ്. അല്ലാഹുവിന്റെ സിട്ടാവിന്റെ ഒരു വിചാരണ നാം നേരിടേണ്ടവരാണ്. നന്മയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ, ചിന്മയാണെങ്കിൽ നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകാം. നന്മയും ചിന്മയും തൂക്കുന്ന തുലാസിന്റെ മുന്നില് വേവലാതിയോടെ, പ്രയാസത്തോടെ, ബുദ്ധിമുട്ടോടെ കഴിയാൻ നാം പാടില്ല. സന്തോഷത്തോടെ, ആനന്ദത്തോടെ സഭയില് റബ്ബ് നമ്മളുടെ നന്മ തൂക്കുമ്പോ, തിന്മ തൂക്കുമ്പോ ആ നന്മ നാം ഏറി വരുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് വരേണ്ടത്. നാം ഇവിടുന്ന് വേവലാതിപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. എന്തേ? ദുനിയാവിൽ നന്മ ചെയ്താൽ, ദുനിയാവിൽ തിന്മ ചെയ്യാതെ നന്മ നാം ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് പ്രയാസപ്പെടേണ്ട ആവശ്യമുണ്ടാവുകയില്ല. മരണാസന്ന സമയത്തും ബർസിയായ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് അത് നന്മയാണ്, തിന്മയല്ല മുഅ്മിനെ, തിന്മയല്ല കൂട്ടരെ. അതുകൊണ്ട് ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ടത് അല്ലാഹു എന്നുള്ളൊരു ബോധം, സിട്ടാവ് എന്നുള്ളൊരു ബോധം, റബ്ബിനെ കുറിച്ചിട്ടുള്ളൊരു ബോധം ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടവരാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഒരുപാട് രോഗങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ടാകാം. അത് പരീക്ഷണങ്ങളാണ്. അതിൽ തളരാൻ പാടില്ല, അതിൽ തളർന്നു പോകാൻ പാടില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾ. ചിലർക്ക് ക്യാൻസർ അല്ലാഹു നൽകിയിട്ടുണ്ടാകാം, ചിലർക്ക് ട്യൂമർ അല്ലാഹു നൽകിയിട്ടുണ്ടാകാം. ില്ല ഇവിടെ നടത്തിക്കൊണ്ടുവരേണ്ടത്. ഇവിടെ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ കൂടിയിരിക്കുന്ന യുവാക്കളില്ലേ, അവരുടെ മനസ്സകത്ത്
പ്രതിഫലം നൽകട്ടെ. അഹങ്കരിച്ചുകൊണ്ട് നടക്കാനല്ല ഈ യുവാക്കൾ ഇവിടെ ഈ ദവാ ചാരിറ്റബിൾ സൊസൈറ്റി ഇവിടെ തുടങ്ങിയത്. എന്തേ അവരുടെ മനസ്സകത്ത്, എന്തേ ഈ യുവാക്കളുടെ മനസ്സകത്ത് എന്തേ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു സ്നേഹം, പ്രവാചകനെ കുറിച്ചിട്ടുള്ള ഒരു സ്നേഹം, അള്ളാഹുവിന്റെ പ്രീതിയിലായിട്ട് മറ്റുള്ളവർക്ക് അസലർക്ക് താങ്ങും തണലുമായിട്ട് ഇവരുടെ തുടങ്ങിയത്. അവരുടെ മനസ്സകത്ത് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു പേടിയാണ്, സുട്ടാവിനെ കുറിച്ചിട്ടുള്ള ഒരു ഭയമാണ്, നന്മയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അർഹമായ എന്തോ ഒരു ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയുമോ, ആ യുവാക്കൾ ആദ്യം വെച്ചത് ജർമ്മനി ആയാലും അർജന്റീന ആയാലും അവരാരും കൊണ്ടുപോകില്ല, ബ്രസീൽ തന്നെയാണ് കപ്പ് കൊണ്ടുപോകുക എന്ന് വെച്ച യുവാക്കൾ പിന്നെ എന്ത് ചെയ്തു? ഇനി ഉസ്താദ് എന്ത് പറഞ്ഞാലും ബ്രസീൽ തന്നെയാണ് കപ്പ് കൊണ്ടുപോകുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ യുവാക്കൾ കടന്നു പോവുകയാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ അവസ്ഥയിലേക്ക് എന്റെ ചെറുപ്പക്കാർ പോകാൻ പാടില്ല. ജീവിതത്തിൽ നന്മയോടുകൂടെ നാം വർത്തിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതം ഇങ്ങനെ ദുനിയാവിൽ തീർക്കേണ്ടവരല്ല, ഇവിടെ തീർക്കേണ്ടവരല്ല. പിന്നെ എന്തിനാ മുഅ്മിനേ അല്ലാഹു നൽകിയ സമയങ്ങൾ റബ്ബിന് വേണ്ടിയിട്ട് ജീവിച്ചുകൊണ്ട് പോകേണ്ടവരാണ്, മടങ്ങി പോകേണ്ടവരാണ്. പോകാൻ സമയമായി, പോകാൻ സമയമായി. എന്നും കാത്തിരിക്കേണ്ട നാട് മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ എപ്പോഴും കാത്തിരിക്കണം. നിമിഷവും നമ്മൾ കാത്തം. അല്ലാഹു മരണാസന്ന സമയത്ത് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് അല്ലാഹു നമുക്ക് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മരണാസന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മടങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാം കാത്തിരിക്കേണ്ടതുണ്ട്. പോകാൻ സമയമായി. എത്രയോ ആളുകൾ, എത്രയോ പണ്ഡിതന്മാരെന്ന് നമ്മോട് വിട പറഞ്ഞിട്ടില്ലേ? ഒരുപാട് പണ്ഡിതന്മാര്, ആ പണ്ഡിതന്മാര് കാണിച്ചു വെച്ച പാത, ആ പാതയിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. അവർ വരച്ചു കാണിച്ചു തന്ന പാത, അവർ കാണിച്ചു തന്ന ജീവിത രീതി, അത് ജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകലാണ് നമ്മുടെ കടമ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ മുഅ്മിനേ, എന്റെ ഉമ്മവങ്ങന്മാരെ, എന്റെ സഹോദരി സഹോദരന്മാരെ, ഈ ദുനിയാവിലെ ജീവിതം അവസാനിച്ച് നമുക്ക് പോകാൻ സമയമായി. നാം പോകേണ്ടവരാണ്, നമുക്ക് പോകേണ്ടതുണ്ട്. അസ്റായീൽ വന്നുകൊണ്ട് നിന്റെ റൂഹ് പിടിച്ചാൽ പിന്നെ ദുനിയാവിലെ നിനക്ക് സമയമില്ല, നിനക്ക് സമയമേ ഇല്ല. ഒരു മിനിറ്റ് പോലും അസ്റായീൽ ബാക്കി വെക്കില്ല. ഒരു മിനിറ്റ് പോലും അസ്റായീൽ നമുക്ക് ബാക്കി തരില്ല. ഒരു ബ്രേക്ക് അതിൻ്റെ ആ സമയത്ത് അസ്റായീൽ തരില്ല. അവിടെ നമുക്ക് പിന്നെ നന്മ ചെയ്യാൻ സമയമില്ല, പിന്നെ നമുക്ക് നന്മ ചെയ്യാൻ സമയമില്ല. എത്ര എത്ര കരഞ്ഞാലും നിനക്ക് അസ്റായീൽ സമയം തരില്ല. അസ്റായീൽ ഒരു മിനിറ്റ് പോലും ബാക്കി തരില്ല. അതുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ നാം പോകേണ്ടവരാണ്. ഞാനൊന്ന് സൂചിപ്പിച്ചു പോകട്ടെ. എന്നാൽ മരണാസന്ന സമയ അല്ലാഹുവിന്റെ റസൂൽ മുസ്തഫായ നബി തങ്ങള് തന്റെ മരണാസന്ന സമയത്ത് നമുക്കറിയാം, ഖദീജയായ ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തേ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ ആ മരണാസന്ന സമയത്ത് തന്റെ അടുക്കൽ ഒരു പാത്രമുണ്ടായിരുന്നു, അതിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ വല്ലാത്ത വേവലാതിയോടെ, വല്ലാത്ത വേദനയോടെ തന്റെ അടുക്കലുണ്ടായിരുന്ന പാത്രത്തിലേക്ക് കൈയിടുകയാണ്. എന്നിട്ടോ ആ വെള്ളമെടുത്തുകൊണ്ട് തന്റെ തലയിൽ അവിടുന്ന് തടവുകയാണ്. വല്ലാത്ത വേവലാതിയാണ്, വല്ലാത്ത നൊമ്പരമാണ്. അല്ലാഹുവിന്റെ റസൂൽ
പറയുകയാണ്, അസ്രായീലേ, മെല്ലെ വലിക്ക് അസ്രായീലേ, മെല്ലെ വലിക്ക് അസ്രായീലേ, എനിക്ക് വല്ലാത്ത വേദനയാകുന്നു, എനിക്ക് വല്ലാത്ത വേദനയാകുന്നു എന്ന് പുന്നാര നബി അസ്രായീലിനോട് പറയുമ്പോ മഹാനായ മലക്കുൽ മൗത്ത് അസ്രായീൽ അവിടുന്ന് പറയുന്നു, നബിയേ, ഒരു വെണ്ണയിൽ നിന്ന്, ഒരു വെണ്മയിൽ നിന്ന്, ഒരു നെയ്യിൽ നിന്ന് ഒരു മുടിനാര് വലിക്കുന്നത് പോലെയാ അങ്ങയുടെ റൂഹ് ഞാൻ പിടിക്കുന്നത് എന്ന് മലക്കുൽ മൗത്ത് അസ്രായീൽ അവിടുന്ന് പറയുമ്പോ മുഅ്മിനേ മനസ്സിലാക്കണേ, മരണത്തിന്റെ വേദന എത്രയാ മുഅ്മിനേ, കരഞ്ഞു പോകില്ലേ, കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി വീഴില്ലേ, അമ്പിയാക്കളില്ലേ, ഒരുപാട് അരിഫീങ്ങളില്ലേ, തന്റെ ജീവിതത്തില് നന്മയോടുകൂടെ അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞവരാണല്ലോ, അതുപോലെ കരയാൻ നമുക്ക് സാധിക്കില്ല, അവരെ പോലെ കരയാൻ സാധിക്കില്ല. എന്നിട്ടും അവരുടെ മരണാസന്ന സമയം ഇതുപോലെയായത്, ഇത്രയ്ക്കും വേദന വന്നത്. സുബ്ഹാനല്ലാഹ്, എന്റെ ഉമ്മ എന്തിനാ പങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ വേദനപ്പെട്ടത് നിങ്ങളുടെ ഗർഭസമയത്തല്ലേ, പ്രസവിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചവരല്ലേ എന്റെ ഉമ്മ, എന്റെ പെങ്ങളെ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മരണവേദന അനുഭവപ്പെട്ട ഉമ്മ, ഗർഭാവസ്ഥയിലുള്ള വേദന അനുഭവപ്പെട്ട ഉമ്മ, മരണവേദന എങ്ങനെയായിരിക്കും, മരണാസന്ന സമയത്ത് എത്രയധികം വേദനയുണ്ടാകോ, നിങ്ങളുടെ ഗർഭകാലത്ത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ എത്ര വേദനയാ ഉണ്ടായിരുന്നത്, നിങ്ങൾക്ക് എത്ര വേദനയാ ഉണ്ടായിരുന്നത്, അതിലെത്രയോ പതിമടങ്ങല്ലേ മരണാസന്ന സമയമാണ്, മരണത്തിന്റെ സമയമാണ്. പിന്നെ എന്തിനാ ഉമ്മ തന്റെ മഗ്‌രിബിന്റെ ഓച്ചിന് പോലും ടിവിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് സീരിയൽ കാണാ ചിരക്ക് കൂട്ടുന്ന പെങ്ങളെ, നിങ്ങൾക്ക് ഈ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിലോ ഇതിലെത്രയോ പതിമടങ്ങല്ലേ മരണത്തിന്റെ വേദന. ആ മരണവേദന കാത്തിരിക്കേണ്ടവരാണ്, ആ മരണാസന്ന സമയം നാം കാത്തിരിക്കേണ്ടവരാണ്. അല്ലാഹു ലഘൂകരിച്ചു തരട്ടെ മരണവേദന, അല്ലാഹു കുറച്ചു തരട്ടെ. എന്തേ മുഅ്മിനേ, നമ്മുടെ മരണവേദന വല്ലാത്ത വേദനയാണ്. ആ വേദനയോടുകൂടെ 3 കഷ്ണം തുണിയിൽ ചുറ്റിക്കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ ജനങ്ങൾ, നമ്മുടെ ദേശത്തുള്ള ആളുകൾ നമ്മെ കൊണ്ടുപോവുകയാണ്. അവരുച്ചരിക്കുന്ന ഒരേ നാമമാണ് മയ്യത്താണ്, മയ്യത്താ. മുഅ്മിനേ, പോകാൻ സമയമായി, കാത്തിരിക്കണ്ട മുഅ്മിനേ, നന്മ ചെയ്യാൻ നിങ്ങൾ കാത്തിരിക്കണ്ട, ഇനി സമയമില്ല, സമയമില്ല, പോകാൻ സമയമായി, പോകാൻ സമയമായി. മുഹമ്മദ് സ്വാലിഹ് ഇവിടെ പ്രഭാഷണം നടത്തിയിട്ട് ഇവിടുന്ന് പോയാൽ ഞാനും ഇവിടുന്ന് പോയേക്കാ, ആറടി മണ്ണിലേക്ക് മലക്കുൽ മൗത്ത് എന്റെ അടുക്കിലേക്കും കടന്നു വന്നേക്കാ. അല്ലാഹു ആയുസ് നൽകട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ, അല്ലാഹു ആരോഗ്യം നിലനിർത്തി തരുമാറാകട്ടെ. ഈ കാലയളവില് കുഴഞ്ഞു വീഴുന്ന അവസ്ഥ, കുഴഞ്ഞു വീഴുന്ന അവസ്ഥ എല്ലാം ഉണ്ടല്ലോ. ഏതു സമയവും നാം വീണുകൊണ്ട് മരിക്കാം എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോയി കാലം. പണ്ടത്തെ പോലെ വയസ്സായിക്കൊണ്ട് പ്രായമേറിക്കൊണ്ട് ആളുകൾ ഇന്ന് മരിക്കുന്നില്ല. എന്തേ കാരണം? ജീവിതത്തിൽ നന്മയില്ലാതെ പോയി, തിന്മയിലേക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തെ തിന്മയിലായിട്ട് കൊണ്ടു നടന്നു ആത്മാവിനെ തിന്മയിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയവരാണ്. അതുകൊണ്ട് നന്മയാ ജീവിതത്തിൽ വരേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദര, എന്റെ
എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം കേൾക്കുന്ന എന്റെ സഹോദരന്മാരെ, ഈ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക, ഈ സമയം നിങ്ങൾ കൊണ്ടുവരിക. ഞാൻ മരണപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി? മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അവരവിടുന്ന് ജനാസ കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ, എന്ന ഷഹാദത്ത് അവിടുന്ന് ഉച്ചരിച്ചുകൊണ്ട്, എന്ന ദിക്ർ അവിടുന്ന് ഉച്ചരിച്ചുകൊണ്ട് നമ്മെ കൊണ്ടുപോകുമ്പോ, നമ്മെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ, നമ്മുടെ ശരീരത്തില് എല്ലാവരും നിസ്കരിക്കുന്നു, നമുക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നു. ഇന്നലെ നാം നിസ്കരിച്ചില്ല, ഇന്നലെ നാം ഐരുവിന് പങ്കെടുത്തില്ല, ഇശാഇന്റെ ജമാഅത്തിൽ നാം പങ്കെടുത്തില്ല, സുബഹിക്ക് നാം പങ്കെടുത്തില്ല, ദുഹ്ർ നാം പങ്കെടുത്തില്ല, അസറിന് നാം പങ്കെടുത്തില്ല. ഒരു വഖത്തിലും ജമാഅത്തിന് പോലും പങ്കെടുക്കാതെ നിസ്കരിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവരെ, നിന്റെ മേലില് നാളെ നിസ്കരിക്കേണ്ടതാണ്, നിന്റെ മേലില് എല്ലാവരും നിസ്കരിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനേ, പള്ളിക്കാടിലേക്ക് പോകാൻ സമയമായി. കാത്തിരിക്കണ്ടേ എന്റെ യുവാക്കളെ, എന്റെ ചെറുപ്പക്കാരികളെ, എന്റെ വിദ്യാർത്ഥികളെ, നിങ്ങളെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങളുടെ മനസ്സിലേക്ക് വരണ്ട, നന്മയെ നീക്കിവെക്കണ്ട. ചിലതൊക്കെ വിചാരിക്കും പ്രായമായിട്ട് കൂടുതൽ ദിക്റുമായിട്ട്, കൂടുതൽ സ്വലാത്തുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയെന്ന് വിചാരിക്കോ. പക്ഷേ മലക്കുൽ മൗത്ത് അസ്രായീൽ എപ്പോഴാ കടന്നു വരിക എന്ന് പറയാൻ പറ്റില്ല. പിന്നെ കൊണ്ടുപോകുന്നു ഖബറിലേക്കാണ്. 6 അടി ആ ഖബറിലേക്ക് നമ്മെ കൊണ്ടുപോയിട്ട് അവിടേക്ക് നമ്മെ വെക്കുന്ന അവസ്ഥ ഓർക്കണേ മിനിങ്ങളെ. ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാണ്, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാണ്. വേടയ്ക്കു പകരം മഴമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് സമാന. ആ ഖബറിൽ നിന്ന് പോകേണ്ടവരാണ്. ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സന്ദർഭം ഒന്ന് ആലോചിക്കോ, ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സന്ദർഭം ഒന്ന് ആലോചിക്കോ. സുബ്ഹാനല്ലാഹ്, ആരോരുമില്ലാത്ത സുഹൃത്തുക്കളില്ല, ബന്ധപ്പെട്ടവരില്ല, സഹോദരന്മാരില്ല, ആരുമില്ലാത്ത ഖബറിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. രക്ഷപ്പെടുന്ന വിറക്കുമത്രേ. നന്മ ചെയ്ത ആളുകൾ അവരെ വേഗം കൊണ്ടുപോകാൻ അവർ പറയുമത്രേ. തിന്മ ചെയ്തവരോ ചോദിക്കുമത്രേ, എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഖബറിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഖബറിലേക്ക് കൊണ്ടുപോയിട്ടോ അവിടെ നമ്മെ അവിടുന്ന് കിടത്തുകയാണ്. എല്ലാവരും വിട്ടുപിരിഞ്ഞുകൊണ്ട് അവിടെ കിടക്കുകയാണ്. ആരുമില്ല. ഇന്നലെ ഉണ്ടായിരുന്ന കൂട്ടുകാരില്ല, എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ സഹപാഠികളില്ല. ആ ഖബറില് ഒറ്റയ്ക്ക് നിൽക്കുമ്പോ 2 കൂട്ടുകാര് വരികയാണ്. ആരാ? മുൻകർ നകീർ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് പറഞ്ഞു, ഉമറേ മുൻകർ നകീർ അലൈഹിസ്സലാം വരുന്ന സന്ദർഭം നീ ഓർക്കുന്നില്ല ഉമറേ എന്ന് മുസ്തഫ നബി തങ്ങൾ ചോദിക്കുമ്പോ ഉമർ ബിൻ ഖത്താബ് ചോദിക്കുന്നു, ആരാണ് നബിയേ? മുൻകറും നകീറും ആരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ധീരകേസരിയായിരുന്ന, ധീരകിങ്കരനായിരുന്ന, തന്റെ ഭരണം കൊണ്ട് തന്നെ എല്ലാവരെയും ഞെട്ടിച്ച നീതിമാനായ ഭരണാധികാരിയായ മഹാനായ ഉമർ ബിൻ ഖത്താബിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഉമർ തങ്ങൾ ചോദിച്ചു, നബിയേ ആരാ മുൻകറും നകീറോ എന്ന് മുസ്തഫ നബി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ഉമറേ, അല്ലയോ ഉമറേ, ആരാന്നറിയണോ? മുൻകറും
ചോദിക്കാൻ, നിന്റെ തിന്മയെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് നിന്റെ കൂട്ടുകാരാണ് മുൻകർ നകീർ അലൈഹിസ്സലാം. എന്നാലോ അവരുടെ കണ്ണോ ഇടിമിന്നൽ പോലെയാ. മിന്നൽ കണ്ടിട്ടുണ്ടാകുമല്ലോ, എന്നാൽ മിന്നൽ പോലെയാണ് അവരുടെ കണ്ണ്. അവരുടെ നീളം എത്രയാണോ അവര് വല്ലാത്ത രീതിയിലാണ് കടന്നു വരുന്നത്. നാം പേടിച്ചു പോകും, ആരും കണ്ടാൽ പേടിച്ചു പോകും, ആരാരും കണ്ടാലും പേടിച്ചു പോകും. അങ്ങനെ ഭയവിഹ്വലതയുടെ രീതിയിലാണ് മഹാനായ മുൻകർ നകീർ അലൈഹിസ്സലാം കടന്നു വരുന്നത്. ഉമറേ എന്ന അന്ത്യപ്രവാചകൻ അവിടുന്ന് മുസ്തഫായ നബി തങ്ങള് ഉമറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നാമും കാത്തിരിക്കേണ്ടതാ, നാമും ഓർത്തിരിക്കേണ്ടതാണ്. മുൻകർ നകീർ അലൈഹിസ്സലാം, മുൻകർ നകീർ അലൈഹിസ്സലാം ആ ഖബറിനെ പേടിച്ചിട്ടില്ലേ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തന്റെ ഖബറിങ്കൽ വന്നിട്ട് പൊട്ടി പൊട്ടി കരയുമത്രേ. വല്ലാത്ത കരച്ചിലാണ്. തന്റെ സഹപാഠികൾ, തന്റെ കൂടെയുള്ള ആളുകൾ ചോദിച്ചത്രേ, എന്തേ ഉസ്മാൻ തങ്ങളെ നിങ്ങൾ കരയുന്നത്, എന്തേ നിങ്ങൾ വേവലാതിപ്പെടുന്നത്, എന്തിനെ നിങ്ങൾ നൊമ്പരപ്പെടുന്നത് എന്ന് ഉസ്മാൻ തങ്ങളാണ് ഇവിടുന്ന് മഹാനായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാനോട് അവിടുന്ന് ചോദിക്കുമ്പോ മുഅ്മിനേ ഉസ്മാൻ തങ്ങളോട് അവിടുന്ന് ചോദിക്കുന്നു, തങ്ങൾ ഖബർ കാണുമ്പോ കരയുന്നു, നരകത്തെ കുറിച്ച് പറയുമ്പോ താങ്കൾ കരയുന്നില്ലല്ലോ, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ താങ്കൾ കരയുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഖബറിനെ കുറിച്ചിട്ട് ഖബറിന്റെ അടുക്കലേക്ക് വന്നിട്ട് പിന്നെ എന്തിനാ കരയുന്നത്? ഉസ്മാൻ തങ്ങളോട് ചോദിക്കുമ്പോ മഹാനായിരുന്ന ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആദ്യത്തെ ഘട്ടമാണ്, പരലോകത്തിന്റെ ആദ്യ ഘട്ടമാണ്, അത് ഖബറാണ്. ഓർത്തു നോക്കൂ മുഅ്മിനേ, ഖബറാ നമ്മുടെ വീട്. ആ ഖബറിലോ ഏറെക്കാലം വേറെ വർഷക്കാലം ജീവിക്കേണ്ടവരാ. നന്മ ചെയ്താൽ രക്ഷയാ, തിന്മ ചെയ്താലോ ശിക്ഷയാ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നാം ഖബറിലേക്ക് ചെല്ലുന്ന അവസ്ഥ, മുൻകർ നകീർ കടന്നു വരുന്ന അവസ്ഥ. മുൻകർ നകീർ അലൈഹിസ്സലാം അവിടുന്ന് ഈ വേഷത്തിൽ കടന്നു വരുമ്പോ അവിടുന്ന് തന്റെ കയ്യിലൊരു കഥയുണ്ടാകുമത്രേ. തിന്മ ചെയ്തവനെ നിന്റെ തലയ്ക്കും വിലങ്ങ് വന്നിട്ട് മഹാനായ മുൻകർ നകീർ അലൈഹിസ്സലാം അവിടുന്ന് അടിക്കുമ്പോ മുഅ്മിനേ നമുക്ക് വല്ലാത്ത വിഷമമല്ലേ, വല്ലാത്ത വേദനയല്ലേ? ഖബറെടുക്കുന്ന അവസ്ഥ, ഖബറെടുക്കുന്ന അവസ്ഥ, ഖബറിനെടുക്കുന്ന അവസ്ഥ. അല്ലാഹു കാക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവര് ആനായ തമ്പുരാൻ അവരുടെ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖബറാണ് നമുക്ക് നേരിടേണ്ടിയിരിക്കുന്നത്. പരലോകത്തേക്കുള്ള ആദ്യത്തെ വീടാണല്ലോ ഖബറ്. ആ ഖബറിലെ അവസ്ഥ തന്നെ മുൻകർ നകീർ വരുന്നു. നന്മ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാം, തിന്മ ചെയ്താലോ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മുൻകർ നകീർ അലൈഹിസ്സലാം വന്നുകൊണ്ട് അവിടുത്തെ മലക്കുകൾ വന്നുകൊണ്ട് അവിടുന്ന് നിന്നോട് എല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട്, ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് നിന്നോട് പറയുന്നു, നന്മ ചെയ്തവനോട് പറയുന്നു, ഒന്ന് നീ ഉറങ്ങിക്കൊള്ളുക, നീ ഉറങ്ങിക്കൊള്ളുക. അവൻ ചോദിക്കും, എന്തിനാ ഉറങ്ങുന്നത്? എനിക്കെന്റെ മാതാപിതാക്കളെ കാണണോ, എനിക്കെന്റെ ആളുകളെ കാണണമെന്ന് പറയുമ്പോ അവിടുന്ന് പറയുന്ന മലായികത്തുകള്, നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പെർമിഷൻ ഇല്ല, അല്ലാഹു സമ്മതിക്കില്ല എന്ന് പറയുമ്പോ ഖബറിലെ അവസ്ഥ അത് വല്ലാത്ത അവസ്ഥയാണ്. എത്രയോ ആളുകൾ ജീവിച്ചിട്ടില്ലേ ഖബറിലേക്ക് പോയിട്ട്, എത്രയോ ആളുകൾ ജീവിച്ചിട്ടില്ലേ എന്റെ പ്രിയമുള്ളവരെ? ദേശത്ത് സിറിയ നിങ്ങൾ കേട്ടു
കേട്ടിട്ടുണ്ടാകും അതിനെ കുറിച്ചിട്ട്. സിറിയയില് വല്ലാത്ത അഭ്യാസികൾ ഉണ്ടായിരുന്നു. 3 ആളുകൾ വലിയ അഭ്യാസികളായിരുന്നു. വലിയ കണ്ടവും തടിയുമുള്ള ആളായിരുന്നു. എന്നാൽ അവിടുന്ന് സിറിയയിലെ അഭ്യാസികളെ 3 ആളുകളെ റോമൻ രാജാവ് പിടിച്ചു കൊണ്ടുവരാൻ പറയുകയാണ്. 3 ആളുകളെ പിടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് റോമൻ രാജാവ് പറയുന്നു, നിങ്ങള് ക്രിസ്ത്യൻ മതത്തിലേക്ക് പോകേണ്ടതുണ്ട്, നിങ്ങൾ ക്രിസ്ത്യൻ മതത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് റോമൻ രാജാവ് ഇവിടുന്ന് പറയുമ്പോ ഓരോരുത്തരും അവിടുന്ന് പറയുന്നു മാറ്റമില്ല, ഞങ്ങൾ പോകില്ല എന്ന് പറയുമ്പോ 3 വലിയ പാത്രം വെക്കുന്നു. അത് എണ്ണ നിറക്കുകയാണ്, കത്തിക്കുകയാണ്. 3 രാപ്പകലാണ് ആ എണ്ണ കത്തിച്ചിട്ട് അവിടുന്ന് പറയുന്നു, ഇതിലേക്ക് ഇടോ, നിങ്ങൾ ഇതിലേക്ക് ഇടാറുള്ളതാ. അതുകൊണ്ട് നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യൻ മതത്തിലേക്ക് ചേരുക എന്നവരോട് പറയുമ്പോ അവർ ഒരു വശത്തേക്കും അവർ പോകുന്നില്ല, അവരൊന്നിനും സമ്മതിക്കുന്നില്ല. റോമൻ രാജാവ് ഈ സഹോദരന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന മൂത്ത സഹോദരനെ അവിടുന്ന് എടുത്തുകൊണ്ട് ആ എണ്ണയിലേക്ക് ഇടുകയാണ്. ആ എണ്ണയിലേക്ക് ചുട്ടുപൊള്ളുന്ന ആ എണ്ണയിലേക്ക് ഇടുകയാണ്. രണ്ടാമത്തെ ആളെ ആ പാത്രത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിച്ചോ, നീ ക്രിസ്ത്യൻ മതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? അവര് പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ ജീവിതത്തിലെ അഭിലാഷം ഞങ്ങളേറെ ആഗ്രഹിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ നിലകൊള്ളാനാ. അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യൻ മതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് പറയുമ്പോ രണ്ടാമത്തെ സഹോദരനെയോ റോമൻ രാജാവ് ആ എണ്ണയിലേക്ക് ഇടുകയാണ്. ചുട്ടുപൊള്ളുന്ന എണ്ണയിലേക്ക് ഇട്ടല്ലോ, അവരും ഇട്ടു. അങ്ങനെ 3-ാമത്തെ ആളെ ഇടുമ്പോഴാണ് ഒരു മജൂസി കടന്നു വരുന്നത്, ഒരു അഗ്നി ആരാധകൻ കടന്നു വരുന്നത്, ഒരു മജൂസിയായ ഒരാൾ കടന്നു വരുന്നത്. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, എന്റെ മകളുണ്ട്. അറബികൾക്ക് പെണ്ണിനെ ഏറെ പ്രിയമാണെന്ന് ആ മജൂസി റോമൻ രാജാവിനോട് പറഞ്ഞപ്പോ റോമൻ രാജാവ് പറഞ്ഞു, നിനക്ക് മോളുണ്ടോ? ആ മജൂസി പറഞ്ഞു, എനിക്ക് മോളുണ്ട്, വലിയ സുന്ദരിയാണ്. ഈ ദേശത്ത്, ഈ രാജ്യത്ത് അതുപോലത്തെ സുന്ദരി ആരുമില്ല എന്ന് ആ മജൂസി ഇവിടുന്ന് പറയുകയും ആ സുന്ദരിയുടെ അടുക്കലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുകയാണ്. വീട്ടിലാ സുന്ദരിയെ കെട്ടിച്ചു കൊടുക്കുകയാണ്. 2 പേരും അവിടുന്ന് ജീവിക്കുകയാണ്. എന്നിട്ട് ആ പെണ്ണിനോട് പറഞ്ഞു മജൂസി, ഇവരെ എങ്ങനെയെങ്കിലും ഈ ഇസ്ലാം മതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്, ഈ ഇസ്ലാമിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്, ക്രിസ്ത്യൻ മതത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് രാജാവിന്റെ താല്പര്യം. രാജാവ് പറഞ്ഞത് എന്ന് തന്റെ മക്കളോട് ആ മജൂസി പറഞ്ഞപ്പോ മകൾ പറഞ്ഞു, ആയിക്കൊള്ളട്ടെ, ഞാനെല്ലാം ചെയ്തു കൊള്ളാം. അവനോടൊപ്പം ജീവിതം തുടങ്ങുകയാണ്. ദിവസങ്ങൾ പിന്നിടുകയാണ്. 1 മാസക്കാലം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്നാലോ ജീവിതത്തിൽ എപ്പോഴും ആരാധനയാ, എപ്പോഴും നിസ്കാരമാണ്, എപ്പോഴും ദിക്റും സ്വലാത്തുമായിട്ട്. പകലിലെല്ലാം വ്രതവും, രാവിലെല്ലാം അവിടുന്ന്, രാത്രിയിലെല്ലാം അവിടുന്ന് ആരാധനയുമായിരുന്നു. എന്നിട്ട് ഈ പെണ്ണ് പറഞ്ഞു, പെണ്ണിന്റെ അടുക്കിലേക്ക് തന്റെ പിതാവ് മജൂസി വന്നുകൊണ്ട് ചോദിച്ചു, പെണ്ണേ, എന്തെങ്കിലും മാറ്റമുണ്ടോ? ജീവിതം അങ്ങനെ പോകുന്നു? ആ പെണ്ണ് പറയുന്നു, അല്ലയോ പിതാവേ, അദ്ദേഹം ഇന്നലെ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. എപ്പോഴും ആരാധനയാണ്, എപ്പോഴും വ്രതമാണ്. റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് ദിക്റും സ്വലാത്തുമായിട്ട് ആരാധനയിലൂടെ, ആത്മീയമായ ഒരു ചിന്തയിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് ആ പെണ്ണവിടുന്ന് തന്നെ പിതാവിനോട് പറയുന്നു. എന്നിട്ട് പെണ്ണ് പിന്നെ പറഞ്ഞു, പിതാവേ, 2 സഹോദരന്മാര് മരിച്ചിട്ടുണ്ടാകുമല്ലോ, മരണപ്പെട്ടിട്ടുണ്ടല്ലോ. അതിന്റെ വേവലാതി കൊണ്ട്, അതിന്റെ വേവലാതി പൂണ്ടുകൊണ്ട്, അതിന്റെ വിഷമം കൊണ്ട് ചിലപ്പോൾ നോക്കാത്തതാകാ. ആ പെണ്ണ് പറഞ്ഞു, രാജാവേ, എനിക്ക് കുറച്ച് സമയം കൂടിയും നീട്ടിത്തരണമെന്ന് രാജാവിനോട് പെണ്ണ് പറഞ്ഞപ്പോ
സൽക്കർമ്മമാണ്, വ്രതമാണ്, സ്വലാത്താണ്, ദിക്റാണെന്നിങ്ങനെ കഴിഞ്ഞുകൂടിയിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ ആ സഹോദരന് ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പെണ്ണ് വിളിച്ചുകൊണ്ട് ഈ സഹോദരനോട് പറഞ്ഞു, അല്ല സഹോദര, അല്ല എന്റെ ചെറുപ്പക്കാരാ, താങ്കൾ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. താങ്കളുടെ അല്ലാഹുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങൾ ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആത്മീയമായ ചിന്തകൾ നിങ്ങൾ കൊണ്ടുവന്നു. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ മതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് പെണ്ണവിടുന്ന് പറയുമ്പോ ആ പെണ്ണിനോട് സഹോദരൻ പറഞ്ഞു, നമുക്ക് വിടാ, ഈ ദേശത്ത് നിന്ന് നമുക്ക് വിടാ, എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴ് പെണ്ണ് പറയുന്നു, അല്ല സഹോദര, ഒരു മാർഗമുണ്ട്. എന്തെന്ന് വെച്ചാൽ എന്റെ അടുക്കൽ ഒരു കുതിരയുണ്ട്. ആ കുതിരയിൽ കയറിയിട്ട് നമുക്ക് പോകാം, നമുക്ക് മറ്റൊരു ദേശത്തേക്ക് പോകാം, നമുക്ക് വിടുന്ന് സ്ഥലം കാലിയാക്കാം, ഈ സ്ഥലം വിടാമെന്ന് പെണ്ണ് പറയുമ്പോ ആ കുതിരയുടെ പുറത്ത് കയറിയിട്ട് ഇരുവരും പോവുകയാണ്. അതാ തന്റെ മുന്നിലൂടെ രണ്ട് സഹോദരന്മാരോ ഒരു മല, രണ്ട് മലക്കുകളും ചെല്ലുകയാണ്. അദ്ദേഹം വല്ലാതെ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന്റെ വല്ലാതെ അത്ഭുതം തോന്നിപ്പോയി. എന്തേ ഇവര് മരണപ്പെട്ടവരല്ലേ, ഇവര് മരിച്ചതല്ലേ, പിന്നെ എന്തേ അവരെന്റെ മുന്നിലൂടെ വന്നത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ മരിച്ചുപോയ സഹോദരന്മാര് പറയുന്നു, തന്റെ കൂടെ പിറപ്പ് പറയുകയാണ്. അവിടുന്ന് പറയുന്നത് എന്താണെന്നറിയണോ? ഞങ്ങളെ ആ തീയിലേക്ക് ഇട്ടപ്പോഴ് ആ എണ്ണയിലേക്ക് ഇട്ടത് ഒരു എളിമയായിരുന്നു. ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾക്ക് വേവലാതി ഉണ്ടായില്ല, ഞങ്ങൾക്ക് വേദനകൾ ഉണ്ടായില്ല എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞു. അവര് പറഞ്ഞു, അല്ലാഹു ഈ സമയം എന്നെ വിട്ടതാണ് നിങ്ങളുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് വിട്ടതാണെന്ന് അവിടുന്ന് പറയുമ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നല്ല ആളുകൾ, തിന്മ ചെയ്യാത്ത ആളുകൾക്ക് അല്ലാഹു ഏറെ മഹത്വം നൽകുന്നതാണ്. ഒരുപാട് കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കവി അവിടുന്ന് പറയുകയാണ്, സത്യസന്ധനായ അല്ലാഹുവിന്റെ സത്യസന്ധതയുടെ മഹത്വം മൂലം ജീവിതത്തിലും മരണത്തിലും വിജയം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് പ്രദാനം ചെയ്യുമത്രേ. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മഹത്വം അല്ലാഹു നൽകുമത്രേ. ജീവിതകാലം നന്മയിലൂടെ ജീവിച്ചവര്, തിന്മയിലേക്ക് പോകാത്തവര്, തന്റെ അടിയുറച്ചുകൊണ്ട് തന്റെ മനസ്സിൽ ഈമാനികമായൊരു ശക്തി അവിടുന്ന് ഉറച്ചു വെച്ചവര്, ഈമാനികമായൊരു കാന്തിക ശക്തി അവിടെ ഉറച്ചു വെച്ചവർക്ക് മാറ്റമില്ല, അവര് മാറേണ്ടതില്ല. അവർക്കവിടുന്ന് രക്ഷയാണ്. ചെറുകഥയിലൂടെ മുസ്തഫായ നബിതങ്ങള് തങ്ങളുടെ സ്വഹാബാ കിറാം, ഒരു സ്വഹാബി അവിടുന്ന് പറയുന്നതായിട്ട് കാണാം. എപ്പോഴും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾ, എപ്പോഴും അദ്ദേഹം തഹജ്ജുദ് നിസ്കരിക്കും, എന്നാൽ ഉറക്കം നിസ്കരിക്കുമത്രേ. ഉറക്കം നിസ്കരിക്കുന്ന തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ, നാം എപ്പോഴും നിസ്കരിക്കാറുണ്ടായിരിക്കാം. ചില ആളുകളെല്ലാം നിസ്കരിക്കുന്നവരായിരിക്കാം. എന്നാൽ ഇപ്പോൾ നാം ഈ നിമിഷം മുതൽ നാം കൊണ്ടുവരേണ്ടതുണ്ട്, ഹൃദയത്തിലേക്ക് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഉസ്താദിന് അല്ലാഹു ആയുസ്സും ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു ആരോഗ്യം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ്
ഇനിയും ദീനിനെ മുന്നോട്ട് നയിക്കാൻ ഉള്ള ഒരു ആഫിയത്ത്, ആരോഗ്യം അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നാം പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് മഹത്വം നൽകിയിട്ടുണ്ടാകാം, ഒരുപാട് ആളുകളുടെ ജീവിതത്തിലും മഹത്വം നൽകിയിട്ടുണ്ടാകാം. അപ്പൊ ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെങ്ങനെ ജീവിച്ചു, അവർക്ക് മഹത്വം നൽകി. അതുകൊണ്ട് നമ്മൾ കടന്നു വന്നത് മറ്റൊരു കഥയിലേക്കാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾ, ആരാധനയിലൂടെ റബ്ബിലേക്ക് മടങ്ങിയിട്ടുള്ള ആൾ, ഇതവന്റെ ഖബറിലെ അവസ്ഥയാണ്, അവന്റെ മരണം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. തഹജ്ജുദ് നാം ഏവരും നിസ്കരിക്കാറുണ്ട്. പക്ഷേ ഉയർന്ന ശബ്ദത്തോടെ തഹജ്ജുദ് നാം നിസ്കരിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉയർന്ന ശബ്ദത്തിൽ നാം തഹജ്ജുദ് നിസ്കരിക്കുമ്പോ തന്റെ കൂടെ ഉണ്ടാകുന്ന ആ മതിലിന്റെ അടുക്കലുണ്ടാകുന്ന പിശാചുകള്, പൈശാചികമായ ആളുകള്, ജിന്നുകളില്ലേ, അതിനെ പോലാത്ത മറ്റു ജിന്നുകള്, ആ ജിന്നുകൾ ഇവിടുന്ന് പോകുമത്രേ. അങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ച ആൾ പിന്നെയും അദ്ദേഹത്തിന്റെ മനസ്സിങ്ങനെ പറയുമത്രേ, പിന്നെയും തഹജ്ജുദ് നിസ്കരിക്കാൻ, പിന്നെ ആ സമയമാകുമ്പോ എഴുന്നേൽക്കാൻ കഴിയുമത്രേ. അങ്ങനത്തെ ഒരാൾ മരണപ്പെട്ടാൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തന്റെ കഫംപുടയുടെ അടുത്തേക്ക് വരുമത്രേ, തന്റെ അടുക്കൽ നിൽക്കുമത്രേ. താൻ മരിച്ചു കഴിഞ്ഞുകൊണ്ട് തന്നെ കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് തന്റെ കഫംപുടയിൽ പുതയുമ്പോഴോ തന്റെ കൂടെ തന്റെ നെഞ്ചത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വന്നു ചേരുമത്രേ. പിന്നെ തന്നെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മഹാനായിരുന്ന മുൻകർ നക്കീർ അലൈഹിസ്സലാം ഖബറിലേക്ക് കടന്നു വരികയോ, എന്നിട്ട് ചോദ്യം ഉന്നയിക്കാൻ വരുമ്പോഴതാ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മുന്നിലാണ്, ഖുർആൻ മുന്നിലാണ്. മലായികത്തുകള്, മലക്കുകൾ ചോദിച്ചോ, ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇല്ലേ ഇല്ല, ഇവരെ സ്വർഗത്തിൽ കടത്തുന്നത് വരെ ഞാൻ ഇവിടുന്ന് മാറില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ഇവിടെ നാം പാഠം ഉൾക്കൊള്ളേണ്ടത് ജീവിതത്തില് റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് ആരാധനയിലൂടെ തഹജ്ജുദ് നിസ്കരിക്കലാണ്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖബറിലും രക്ഷയാണ് നന്മ, ഖുർആൻ പാരായണം, നിസ്കാരം തുടങ്ങിയുള്ള നന്മകള് നാം ജീവിതത്തിൽ ചെയ്തു കൂട്ടിയാൽ നമുക്ക് ഏറെ പ്രചോദനമാണ്. അല്ലാഹു നൽകുമാറാകട്ടെ. അതല്ലല്ലോ അവിടുത്തെ പണ്ഡിതന്മാര്, പണ്ഡിത മഹത്തുക്കളായ ആളുകള് ജീവിച്ചത്. അവർക്ക് പരസ്പരിയായ ജീവിതത്തിൽ നേട്ടം വേണോ, പരലോകത്ത് നേട്ടം വേണോ, അതുകൊണ്ടല്ലേ മഹാനായ ശംസുൽ ഉലമാ ഇവിടെ പരസ്പരിയായ ജീവിതം, അതുപോലെ ആഖിറത്തിന് വേണ്ടിയിട്ട് അവരിവിടെ ജീവിച്ചത്. ഇതിനു വേണ്ടിയിട്ടായിരുന്നു, രക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അവരിവിടെ കാണിച്ചു തന്നത്. ഒരു ആത്മീയമായൊരു അനുഭൂതി മഹാനായ റഈസുൽ ഉലമാ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, ഒരുപാട് മഹത്തുക്കളായ ആളുകള്, ഒരുപാട് പണ്ഡിതന്മാര് നമുക്കറിയാമല്ലോ. പാറന്നൂർ ഉസ്താദ് തന്റെ ജീവിതത്തിൽ തന്നെ നന്മയിലൂടെ ആരാധനയിലൂടെ റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവരാണല്ലോ ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ്. അല്ലാഹു ദറജ ഉയർത്തട്ടെ, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് പണ്ഡിത മഹത്തുക്കള് ഇന്നും നമുക്ക് കാണാം ഈ മലബാറിൽ, ഒരുപാട് പണ്ഡിതന്മാർ. ഞാൻ കുറഞ്ഞ സമയം കൂടി പ്രസംഗിച്ച് ഞാൻ ഇവിടെ വാങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ വേദിയിലെത്തിയിട്ടുണ്ട്. നമുക്ക് ദുആയുടെ ദിക്റിന്റെ സമ്മേളനം നടക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ഡിതന്മാർ ഈ കേരളക്കരയിലുണ്ടല്ലോ.
ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ പോലോത് ഒരുപാട് പണ്ഡിതന്മാര് കേരളക്കരയിലുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, ഞാൻ സൂചിപ്പിച്ചു പോകട്ടെ, ഞാൻ സാന്ദർഭികമായി പറയട്ടെ, ഇത് പറയാതിരിക്കാൻ വയ്യ. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുക്കിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നില്ലേ, എന്നിട്ട് അത്തിപ്പറ്റ ഉസ്താദിനോട് പറയുന്നു, ഉസ്താദേ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല, കണ്ണ് കാണുന്നില്ല ഉസ്താദേ. എത്രയോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്നുകൊണ്ട് ഞാൻ കാണിച്ചതാണ്. പക്ഷേ ഡോക്ടർമാര് പറഞ്ഞു രക്ഷയില്ല എന്ന് പറഞ്ഞു. ഡോക്ടർമാര് കൈയൊടിഞ്ഞത്. ഡോക്ടർമാര് പറഞ്ഞു എന്ത് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്താലോ ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തള്ളിവിട്ടതാണ്, എന്നെ പറഞ്ഞു വിട്ടതാണ്. ഈ ലോകത്ത് അല്ലാഹു ഒരുക്കിയ വിസ്മയങ്ങളില്ലേ, പ്രപഞ്ചങ്ങളില്ലേ, ഈ പ്രപഞ്ചത്തിലെ വിസ്മയങ്ങളില്ലേ, ഗ്രഹങ്ങളില്ലേ, ഈ ആകാശമില്ലേ, ഈ പർവ്വതാനികളില്ലേ, ഇതെല്ലാം എനിക്ക് കാണേണ്ടതുണ്ട്, ഇതെല്ലാം എനിക്ക് കാണേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്പിയാക്കളുടെ താബീങ്ങളുടെ ആ ജീവിതത്തിൽ കൊണ്ടുവന്ന മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, അങ്ങനെ ഉസ്താദിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഈ ചെറുപ്പക്കാരന് പരാതി പറയുമ്പോ എത്രയോ രോഗങ്ങൾക്ക് ശിഫ ഉള്ളതാണ്, എത്രയോ രോഗങ്ങൾ മാറിയിട്ടുള്ളതാണ്. എന്നാ ചെറുപ്പക്കാരന് ഉസ്താദിന്റെ അടുക്കൽ വന്നുകൊണ്ട് വേവലാതിയോടെ, വിഷമത്തോടെ, നമ്പരത്തോടെ പറയുമ്പോ ഉസ്താദ് പറഞ്ഞു, പൊന്നുമോനെ, ഇവിടെ 3 ദിവസം നീ ഇവിടെ നിൽക്കുക, 3 ദിവസം നീ ഈ സ്വലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുക എന്ന് ബഹുമാനപ്പെട്ടവര് പറഞ്ഞപ്പോ ശൈഖുനാ വലിയുല്ലാഹി അത്തിപ്പറ്റ ഉസ്താദ് ഇവിടുന്ന് പറയുമ്പോ എന്തേ അവസ്ഥ 3 ദിവസം കഴിഞ്ഞിട്ട് പോകുന്ന സഹോദരന് കാഴ്ച കിട്ടുകയാണ്, കാഴ്ച തിരിച്ചു ലഭിക്കുകയാണ്. ഈ ആളുകള് പണ്ഡിതന്മാരായ ആളുകള്, അവർക്ക് കറാമത്തുണ്ട്. അവരുടെ ജീവിതത്തിൽ അല്ലാഹുവിനോട് അവർ കരഞ്ഞു പറഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് എല്ലാം നൽകുന്നു. പക്ഷേ നമ്മുടെ മനസ്സിൽ ഈമാനില്ലാതെ പോയി, നന്മയില്ലാതെ പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അവർ ആഗ്രഹിച്ചത് ബർസഖിയായ ജീവിതത്തെ കുറിച്ചിട്ട്, അതിനു മുമ്പുള്ള മരണാസന്ന ഘട്ടത്തെ കുറിച്ചിട്ട്, അതിനുശേഷമുള്ള പരലോകത്തെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടാണ് അവരവിടെ ജീവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതം അല്ലാഹു നന്മയിലാക്കി തീർക്കുമാറാകട്ടെ. ഒരു സഹാബി മരണപ്പെട്ടപ്പോഴ് മുസ്തഫായ നബി തങ്ങൾ സഹാബാക്കളും അവിടുന്ന് ജനാസ മറമാടുകയാണ്. അടുക്കലേക്ക് വന്നപ്പോ റസൂലുള്ളാഹി ഖബറിലേക്ക് നോക്കുന്നുണ്ട്. ഖബറിലേക്ക് നോക്കിയിരിക്കുമ്പോ പെട്ടെന്ന് മുസ്തഫായ നബി തങ്ങൾ മാറി നിന്നു. സഹാബാ, അവിടുത്തെ സഖാക്കള് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ എന്തിനാ മാറി നിന്നത്? താങ്കൾ എന്തിനാ ഈ ഖബറിന്റെ അടുക്കൽ നിന്ന് മാറി നിന്നത് എന്ന് ചോദിച്ചപ്പോഴ് സഹാബത്തിനോട്, സഖാക്കളോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞതെന്താണ്? ഈ സ്വഹാബിയില്ലേ, അവർ വലിയ നന്മ ചെയ്യുന്നവരായിരുന്നില്ലേ? എന്നാൽ അദ്ദേഹത്തിന്റെ ആ ഖബറിലേക്ക് ഞാൻ നോക്കുമ്പോ അതാ സ്വർഗത്തിലെ ഹൂറിലീങ്ങൾ വന്നുകൊണ്ട് തന്റെ പുടവയെ മാറ്റുകയാണ്, തന്റെ കഫയെ മാറ്റുകയാണ്. ഇത് കാണാൻ എനിക്ക് കഴിയുന്നില്ല, എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഞാൻ മാറി നിന്നതായിരുന്നു മുസ്തഫായ നബി തങ്ങള് തന്റെ സ്വഹാബാക്കളോട് പറയുമ്പോ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത, നന്മ കൊണ്ടുവന്ന് ബർസഖിയായ ജീവിതത്തിൽ നാം രക്ഷപ്പെടേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ നാം 2 കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ഒന്നും
ലഭിച്ചില്ല എന്ന് ഈ വാളിന് വന്നിട്ട് നിങ്ങളൊന്നും ലഭിച്ചില്ല, ജീവിതത്തിൽ നേട്ടമുണ്ടായില്ല എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. മഹാനായിരുന്ന ഖാലിദ് ബിൻ മഅദാൻ റളിയല്ലാഹു തആല അൻഹു എപ്പോഴും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് എപ്പോഴും ചൊല്ലുമായിരുന്നു. ഇന്നത്തെ പോലെ ഇന്നത്തെ മൊബൈലോ അല്ലെങ്കിൽ ഇന്നത്തെ ഉപകരണങ്ങളോ ഒന്നില്ല, മാലയില്ല. അന്ന് തന്റെ കൈവിരലുകൾ കൊണ്ട് ചൊല്ലുമായിരുന്നു. എന്തേ ചൊല്ലുന്നത്? മുഅ്മിനേ, എന്റെ ഉമ്മമാര് മനസ്സിലാക്കണേ, സുബ്ഹാനല്ലാഹ് എന്ന് സുബ്ഹാനല്ലാഹ് എന്ന് എപ്പോഴും നിരന്തരമായിട്ട് ചൊല്ലുന്ന സ്വഹാബി മരിക്കുന്ന നേരത്തും തന്റെ കൈകൾ തന്റെ വിരലുകൾ അവിടുന്ന് ചലിക്കുകയാണ്. എന്തേ? ഇപ്പോഴും സുബ്ഹാനല്ലാഹ് ദിക്റിലാണ്. ബർസിയായ ജീവിതത്തിൽ നേട്ടമുണ്ടാവുകയാണ്. അതുകൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ എപ്പോഴും ചൊല്ലുക. എന്തേ ചൊല്ലേണ്ടത്? സുബ്ഹാനല്ലാഹ് എപ്പോഴും ചൊല്ലുക. നമുക്ക് ചൊല്ലാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊന്ന്, ഒരു സഹാബി എപ്പോഴും ഒരു സഹാബി നമ്മോട് പറയുകയാണ്, മുസ്തഫ നബി തങ്ങൾ പറഞ്ഞതായിട്ട് ഒരാൾക്ക് രോഗം വന്നാൽ, രോഗസമയത്തായാൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന ആ സൂറത്ത് നിങ്ങൾ രോഗം വന്നാൽ പാരായണം ചെയ്താൽ, നിങ്ങളങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് രോഗശൈലായിട്ട് കിടക്കുമ്പോ, രോഗം വരുമ്പോ നിങ്ങൾ ഖുൽ ഹുവല്ലാഹു അവിടുന്ന് ചൊല്ലുമ്പോ നിങ്ങൾ ചൊല്ലിയാൽ മരണത്തിൽ നിങ്ങൾ മരണപ്പെടുമ്പോ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതല്ല മുസ്തഫ നബി തങ്ങൾ പറഞ്ഞത്, മൻ കാന ആഖിറ കലാമഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആയാൽ അവൻ സ്വർഗത്തിലാണെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്തഫ നബി തങ്ങൾ നമ്മോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ദുആ നടക്കാനുണ്ട്, ദിക്ർ നടക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അതുകൊണ്ട് അവസാനമായിട്ട് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് രോഗം വന്നാൽ നിങ്ങൾ ചൊല്ലുക, നിങ്ങൾ ഓതുക ഖുൽ ഹുവല്ലാഹു അഹദ്. ആ രോഗത്തിലായിട്ട് കിടക്കുന്നവരാകട്ടെ, വീട്ടില് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാകട്ടെ, രോഗശൈലിയിൽ കിടക്കുന്ന ആളുകളാകട്ടെ, അവരോട് ചൊല്ലാനും പറയുക ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ രോഗശൈലിയായിട്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഖുൽ ഹുവല്ലാഹു ചൊല്ലിയിട്ട്, ആ സൂറത്ത് ചൊല്ലിയിട്ട് അത് പാരായണം ചെയ്യുമ്പോ, നിരന്തരമായിട്ട് അത് പാരായണം ചെയ്താൽ അവന്റെ മരണാസന്നതമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാനൊന്ന് അവസാനമായിട്ട് പറയട്ടെ, ബർസിയായ ജീവിത, മരണാസന്ന ജീവിത, ഇവിടെ നമുക്ക് നേട്ടമുണ്ടാകണം. പരലോകമെന്ന ജീവിതത്തിലോ നമുക്ക് നേട്ടമുണ്ടാകണം. അതിലേക്ക് പോകേണ്ടവരാണ്, പോകാൻ നമുക്ക് സമയമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അതിനെ ഓർത്തുകൊണ്ട്, പരലോകത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ബർസിയായ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകുക. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ, രാജാതി രാജനായ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് പരലോകീയായ ജീവിതത്തിലോ പരലോകത്തിലോ അല്ലാഹു നമുക്ക് നേട്ടം നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവിടെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നേരം ഈ സമയം എൻ്റെ വാക്കുകൾ കേട്ട, എൻ്റെ വാക്കുകൾക്ക് തൻ്റെ ശ്രവണപടങ്ങൾ
കാതു കൂർപ്പിച്ചുകൊണ്ട് ഇരുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആയുസ്സും ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കിവിടെ ദുആ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, ഒരു സഹോദരൻ ട്യൂമർ ഒന്നുകൊണ്ട് വല്ലാത്ത പ്രയാസമാണ്. അദ്ദേഹം വല്ലാത്ത വിഷമത്തോടെ, വല്ലാത്ത വേവലാതിയോടെ എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, റഹ്മാനായ തമ്പുരാൻ ആ സഹോദരന്റെ എല്ലാ രോഗങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാൻ ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാൻ ക്യാൻസറിൽ നിന്ന് അല്ലാഹു കാക്കുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാൻ ആ സഹോദരന്റെ രോഗം മാറ്റിയിട്ട് ഒരു സുഖമമായ ശരീരം, സുഖമമായ ഒരു ജീവിതം അല്ലാഹു നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു അകറ്റി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഇതിലേക്ക് ദുആ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ ദുആ ചെയ്യുന്നതാണ്. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മെ ബന്ധപ്പെട്ടവർക്ക്, നമ്മുടെ ഉസ്താദുമാർക്ക് അല്ലാഹു ആയുസ്സും ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകൾ റഹ്മാനായ തമ്പുരാൻ അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. രാജാതിരാജനായ തമ്പുരാൻ നാം മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിൽ എത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും യാ ഹബീബി, അസ്സലാമു അലൈക്കും യാ തബീബി എന്ന് സലാം പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ ആ മദീന മുനവ്വറ കാണാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാൻ മക്രീങ്ങളുടെ മക്രിനെ തൊട്ടും സഗരീങ്ങളുടെ സിഗറിനെ തൊട്ടും കാഫിരീങ്ങളുടെ കുഫറിനെ തൊട്ടും അല്ലാഹു കാക്കുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാൻ ശൈത്താന വലയിൽ നിന്ന് റഹ്മാനെ നീ അകറ്റി നിർത്തണേ തമ്പുരാനെ, നീ അകറ്റി നിർത്തണേ നാഥാ. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ഒരുപാട് തെറ്റുകൾ, ഒരുപാട് തിന്മകൾ റഹ്മാനെ നീ മാപ്പാക്കണേ തമ്പുരാനെ, പൊരുത്തപ്പെട്ടു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് റഹ്മാനെ, നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മജ്‌ലിസിലേക്ക് വന്നിരുന്നത്. ഈ സമയം വരെ ഞങ്ങള് ഇവിടെ ഇരുന്നത് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് ഉദ്ദേശം വെച്ചിട്ടാ കടന്നു വന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണേ തമ്പുരാനെ, സഫലീകരിക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ ഒരുപാട് യുവാക്കളും അതുപോലെ തന്നെ ചെറുപ്പക്കാര് റഹ്മാനായ തമ്പുരാനെ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഈ സംഗമത്തെ, ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഐശ്വര്യം നൽകുമാറാകട്ടെ. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഖിയാമത്ത് നാൾ വരെ ഈ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ റഹ്മാനായ തമ്പുരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനു വേണ്ടിയിട്ട് സഹായിച്ച ഒരുപാട് ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടില്, നമ്മുടെ ദേശത്ത് പ്രവാസികളായ ആളുകള്. റഹ്മാനായ തമ്പുരാൻ അവരുടെ ഉദ്ദേശങ്ങൾ സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമുക്കറിയാമല്ലോ, ഒരുപാട് പ്രവാസികള് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളെ റഹ്മാനായ തമ്പുരാനെ, ആ പ്രവാസി സുഹൃത്തുക്കളുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. നാട്ടിൽ വന്നുകൊണ്ട് സന്തോഷത്തോടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ, ഭാഗ്യം നൽകണേ അല്ലാഹ്. മരണം ദുരിതത്തിലാക്കല്ല റഹ്മാനെ, മരണം ദുരിതത്തിലാക്കല്ല റഹ്മാനെ. റഹ്മാനായ തമ്പുരാനെ, ഈ സംരംഭത്തിലല്ല ഒരുപാട് സഹായിക്കുന്നത് നമ്മുടെ പ്രവാസികളാണ്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അല്ലാഹു പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ, രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളെ പാതിരാത്രിയിൽ ഈ സമയം ഞങ്ങൾ തേടുന്ന ദുആ ഞങ്ങൾ തന്റെ കരങ്ങൾ നീട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്. റഹ്മാനെ,
ജീവിതം നൽകിയത് നീയാണ്, ജീവിതത്തിൽ കാരുണ്യം നൽകിയത് നീയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കരങ്ങൾ നീ തട്ടിക്കളയല്ല റഹ്മാനെ. സ്വീകരിക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ അല്ലാ. തട്ടിക്കളയല്ല റഹ്മാനെ. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. ഞങ്ങൾ അറിവില്ലായ്മ കൊണ്ട് വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിലോ റഹ്മാനെ, ഞങ്ങളുടെ ദുആ, ഈ പാപികളുടെ ദുആ തട്ടിക്കളയല്ല റഹ്മാനെ, തട്ടിക്കളയല്ല റഹ്മാനെ. ഹാസിലാക്കണേ തമ്പുരാനെ.